പാർലമെന്റ് അതിക്രമ കേസിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത. കഴിഞ്ഞ 15 ദിവസത്തിനിടെ പ്രതികൾ ഫോണിൽ ബന്ധപ്പെട്ട 50 പേരെ കേന്ദ്രീകരിച്ച് ദില്ലി പോലീസ് അന്വേഷണം തുടങ്ങി. കേസിൽ മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന ബീഹാർ സ്വദേശി ലളിത് ഷാ അടക്കമുള്ള പ്രതികളെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. പാർലമെന്റ് അതിക്രമ കേസിൽ ഇന്നലെ കീഴടങ്ങിയ ലളിത് ഷായ്ക്ക് പിന്നാലെ മഹേഷ്, കൈലാഷ് എന്നീ 2 പേരെ കൂടി ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു. തങ്ങളുടെ ഫോണുകൾ ലളിത് ഷായുടെ കൈവശമാണെന്നായിരുന്നു നേരത്തെ അറസ്റ്റിലായ പ്രതികൾ പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ എല്ലാ ഫോണുകളും നശിപ്പിച്ചു എന്നാണ് ലളിത് ഷായുടെ മൊഴി. മഹേഷിന്റെയും ബന്ധുവായ കൈലാഷിന്റെയും സഹായത്തോടെയാണ് ഫോണുകൾ നശിപ്പിച്ചതെന്നും ലളിത് ഷാ മൊഴി നൽകി. മഹേഷും പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അമ്മ എതിർത്തതിനാൽ പിന്മാറിയെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. കഴിഞ്ഞ 15 ദിവസത്തിനിടെ പ്രതികൾ ബന്ധപ്പെട്ട 50 ആളുകളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ പേരെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെ കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. തെളിവെടുപ്പിന്റെ ഭാഗമായി പുകയാക്രമണം ദില്ലി പോലീസ് പുനരാവിഷ്കരിക്കും. പാർലമെന്റ് ഗേറ്റ് മുതൽ സംഭവങ്ങൾ പുനഃസൃഷ്ടിക്കും. നാളെയോ ഞായറാഴ്ചയോ തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനം. ദില്ലിയിൽ എത്തുന്നതിന് മുമ്പ് പ്രതികൾ താമസിച്ചിരുന്ന ഗുരുഗ്രാമിലെ വിശാൽ ശർമ്മയുടെ വീട്ടിലും ഇവരെ തെളിവെടുപ്പിനെത്തിക്കും. റിപ്പോർട്ടർ, ദില്ലി.